എല്ലാവർക്കും ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിലേക്കാണ്. അകത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വളരെ അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിയം തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രിയദർശിനി പ്ലാനറ്റോറിയം എന്നു പേരുള്ള ഈ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിലാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ്, മെയിൻ സിറ്റിക്കകത്ത് തന്നെയാണ് പ്രിയദർശിനി പ്ലാനറ്റോറിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ രാവിലെ ഓപ്പണിംഗ് ആവും. നമുക്ക് ടോട്ടൽ ഒരുപാട് ഷോസ് ഉണ്ട്, 4-5 ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാം കൂടി ചേർത്ത് ഈ ആർട്ട് ഗാലറി പിന്നെ ഈ ഷോസുകൾ എല്ലാം കൂടെ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 200 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അകത്ത് ക്യാമറ അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ടാണ് പുറത്തെ കാഴ്ചകൾ മാത്രം കാണിക്കുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ 15 മിനിറ്റ് ഇടവിട്ട് ഒരുപാട് ഷോകൾ ഇതിനകത്ത് 3D പ്ലാനറ്റോറിയം പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് സൗരയൂഥത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു പഠനം നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും അല്ലെങ്കിൽ ഫാമിലികൾക്കും വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഇന്നിപ്പോൾ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകൾ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു മ്യൂസിയം തന്നെയാണ് ശാസ്ത്ര മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ വിഷ്വൽസ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അറിവ് പകർന്നു നൽകുന്ന ഒരു മ്യൂസിയമാണ് പ്രിയദർശിനി പ്ലാനറ്റോറിയം. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ ഷോകൾ ഇവിടെ നടക്കുന്നുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യത്തെ ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും. ആദ്യത്തെ പരിപാടി ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഒരാളാണ് ഗൂഗിൾ പേ ആയിട്ടാ? എത്ര? എല്ലാം വേണം. എത്ര മണിയിലുണ്ടാവും? എത്രയാണ്? 200. എത്ര സമയത്തിനുള്ളിലാണ് ഏട്ടാ? 1 മണിക്ക് മുന്നേ. വീഡിയോ എടുക്കുന്നതിന് വിഷയമില്ലല്ലോ. ബാക്കി കുഴപ്പമില്ലല്ലോ. ഏതൊക്കെ ഷോ ആണ് കേട്ടുള്ളത്? ഇത് പോകുന്ന വഴിക്ക് തന്നെയാണല്ലേ? അറിയാൻ പറ്റുമോ സമയത്തിൻ്റെ? ഇപ്പോൾ ഏതെങ്കിലും തുടങ്ങാറായിട്ടുണ്ടോ? എല്ലാത്തിനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പ്ലാനറ്റോറിയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇവിടുത്തെ ഫ്രണ്ടിൽ സ്റ്റേറിൽ കൂടെ മേളിൽ പോട്ടെ, എന്നിട്ട് ബാക്കി പിന്നെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും നമുക്ക് ക്യാമറ കൊണ്ടുപോയി ഷൂട്ട് ചെയ്ത് അത് പുറത്ത് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ചുരുങ്ങിയ കാഴ്ചകൾ മാത്രമേ നമുക്ക് അവിടെ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയത്തുള്ളൂ. അവിടെ പോയി തന്നെ കാണുന്നതാണ് അതിൻ്റെ ഒരു സുഖവും. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ, മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു, ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നു. ഒരുമിച്ച് ഇതൊക്കെ ഇരുന്ന് കാണുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോയി തന്നെ ഈ കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കുക. ഈ വീഡിയോയിൽ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല, ഒട്ടനവധി കാഴ്ചകൾ അവിടെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. പറഞ്ഞ് കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മുടെ കണ്ണിന് മുന്നിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമുക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തിരുവനന്തപുരത്ത് കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാനറ്റോറിയമാണ് പ്രിയദർശിനി പ്ലാനറ്റോറിയം. തിരുവനന്തപുരം PMG ജംഗ്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്ലാനറ്റോറിയം കൂടാതെ ത്രിമാന സിനിമ പ്രദർശന കേന്ദ്രം, ത്രില്ലേറിയം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം, ശാസ്ത്ര പാർക്ക്, ലേസർ പ്രദർശന കേന്ദ്രവും ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്നു. ഇത് ജനറൽ പോസ്റ്റ് ഓഫീസിന്റെ സമീപമാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം കേരള സർക്കാർ 1984 തുടങ്ങിയ ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. പൊതുജനങ്ങളിൽ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ശാസ്ത്രബോധവും ശാസ്ത്രത്തെ ജനകീയമാക്കാനുമാണ് ഈ കേന്ദ്രം തുടങ്ങിയത്. 1994 തുടങ്ങിയ പ്രിയദർശിനി പ്ലാനറ്റോറിയം ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നു. പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്.
ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രദർശന വസ്തുക്കൾ നിർമ്മിച്ച് ഗ്യാലറികൾ സ്ഥാപിക്കുക. ഇപ്രകാരം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പറ്റിയുള്ള അറിവ് സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ശക്തമായ ഒരു മാധ്യമമായി നിലനിൽക്കുക. യുവാക്കളിൽ ശാസ്ത്ര ചിന്താഗതി വളർത്തിയെടുത്ത് അവരിൽ ശാസ്ത്ര അവബോധം സൃഷ്ടിക്കുക. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ പരിപാടികൾ സംഘടിപ്പിച്ച് TV, റേഡിയോ എന്നീ മാധ്യമങ്ങൾ മുഖേന അവതരിപ്പിക്കുക. സഞ്ചരിക്കുന്ന ശാസ്ത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുക. ശാസ്ത്ര പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുക. വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുക. കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ശാസ്ത്ര കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് മ്യൂസിയത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുക. മ്യൂസിയവും ശാസ്ത്ര കേന്ദ്രങ്ങളും അനൗപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി വികസിപ്പിക്കുക. വിനോദത്തിലൂടെ വിജ്ഞാനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക. ഗ്യാലറികൾ. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന് 300 പ്രദർശന വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന 10 ഗ്യാലറികളുണ്ട്. ഓരോ ഗ്യാലറിയിലും ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേക മേഖലയുമായി ബന്ധപ്പെട്ട പ്രദർശന വസ്തുക്കളാണ്. ഇലക്ട്രിക്കൽസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഓട്ടോമൊബൈൽ, ബയോമെഡിക്കൽ, എഞ്ചിനീയറിംഗ് എന്നിവയ്ക്കും പ്രത്യേകം ഗ്യാലറികളുണ്ട്. ജനകീയ ശാസ്ത്രത്തിന് പ്രത്യേകം ഗ്യാലറിയുണ്ട്. കൂടാതെ സൗരോർജ്ജം, ഗണിതം, കമ്പ്യൂട്ടർ സയൻസ്, സ്പേസ് സയൻസ് എന്നിവയാണ് മറ്റു ഗ്യാലറികളിൽ ഉള്ളത്. ശാസ്ത്രം ജനകീയമാക്കാനുള്ള ശ്രമങ്ങൾ. പ്ലാനറ്റോറിയം കൂടാതെ രാത്രിയിലെ ആകാശ നിരീക്ഷണത്തിനായി ഒരു മുഴുവൻ സ്വയം നിയന്ത്രിതമായ 11 ഇഞ്ച് ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയം 2 ശാസ്ത്ര പ്രദർശന വാഹനങ്ങൾ, ആസ്ട്രോവാൻ എന്ന പേരിൽ ഒരു പ്രത്യേക മൊബൈൽ ആസ്ട്രോണമി വാഹനവും പ്രവർത്തിച്ചു വരുന്നു. ഓരോ വേനൽ അവധിക്കും സ്കൂൾ കുട്ടികൾക്കായി ക്രിയേറ്റീവ് സയൻസ് വർക്ക്ഷോപ്പ് നടത്തിവരുന്നു. 3D സാങ്കേതിക വിദ്യ പ്രവർത്തിപ്പിക്കുന്ന ഒരു തിയേറ്ററും ഹോം റേഡിയോ സ്റ്റേഷനും പ്രവർത്തിച്ചു വരുന്നു. 1997 കുട്ടികളുടെ ശാസ്ത്രോദ്യാനം തുടങ്ങി. 1905 13 ശാസ്ത്ര കളിക്കോപ്പുകൾ അടങ്ങിയ പ്ലേ പാർക്ക് തുടങ്ങി. എനർജി പാർക്ക്, ഡിജിറ്റൽ വെയിങ് മെഷീൻ, എഡ്യൂസാറ്റ് ടാക്ബാക്ക് ടെർമിനൽ, എനർജി ബോൾ എന്നിവയും ഇവിടെയുണ്ട്. കേരള വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനായ 17 അംഗ ഭരണസമിതിക്കാണ് ഭരണ ചുമതല. മ്യൂസിയത്തിന്റെ ഡയറക്ടറേറ്റാണ് അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചുമതലയുള്ളത്. പ്രവർത്തന സമയം മ്യൂസിയം 10 മുതൽ 5 വരെ, പ്ലാനറ്റോറിയം 3 to 5, 3D തിയേറ്റർ 10 മുതൽ 5 വരെ, ത്രില്ലേറിയം 10 മുതൽ 5 വരെ. ഹോം റേഡിയോ, രാത്രി ആകാശ നിരീക്ഷണം വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും മാത്രം. തിങ്കളാഴ്ച മ്യൂസിയം അവധിയായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ തന്നെ ഓൾ കേരള ട്രിപ്പ് ഉടൻ തന്നെ വരുന്നതാണ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കുക. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. അതുവരേക്കും ബൈ.